പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു കൊഞ്ച് കറിയാണ്. അപ്പോൾ കൊഞ്ച് കറി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പാട്ട് വന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്തിനാണ് ഈ ഒരു പാട്ട് പാടിയെന്നറിയാമോ? ശരിക്കും ഈ പാട്ട് ഈ കൊഞ്ച് കറിയെ ആസ്പദമാക്കി തന്നെയാണ്. ഇത്രയും രുചികരമായ ഒരു കൊഞ്ച് കറി ഉണ്ടാക്കി കഴിക്കാൻ ഇനിയും ജന്മം വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കൊഞ്ച് കറിക്ക് വളരെ രുചിയാണ്. കൊഞ്ചല്ലെങ്കിൽ ചെമ്മീൻ കറി, ഇത് ചെമ്മീൻ തീയൽ എന്ന് പറയും. അതുണ്ടാക്കുന്ന വിധം ഞാൻ പറയാം. അതായത് നമ്മൾ എത്ര കൊഞ്ചുണ്ടോ അത്രയും അനുസരിച്ച് കൂടുതൽ കറി ഉണ്ടാക്കി വെച്ചാൽ അത് വൃത്തിയായ പാത്രങ്ങളിൽ, ഉണക്കിയ പാത്രങ്ങളിൽ കുറേശ്ശെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ വളരെ രുചികരമായി രാവിലെ എടുത്ത് ചോറിൽ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഒരിക്കലും ഒരു 5-6 ദിവസത്തേക്ക് ചീത്തയാവുകയില്ല. അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കൊഞ്ച് കറി ഉണ്ടാക്കാൻ ആദ്യം അതിൻ്റെ അരപ്പ് തയ്യാറാക്കി നമ്മൾ വെച്ചേക്കണം. ഒരു തേങ്ങ തിരുകി അതിനകത്ത് ആവശ്യമായ മല്ലിപ്പൊടി ഇടരുത്, മുളക് പൊടിച്ചതും ചേർക്കരുത്, വറ്റൽ മുളകും മല്ലിയും, അതോടൊപ്പം കുറച്ച് കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് ഭംഗിയായി ഒന്ന് വറുക്കണം. ആദ്യം കുറച്ച് അടുപ്പിന് ചൂട് കൂട്ടി വറുത്ത് കുറച്ച് വറന്ന് വരുമ്പോൾ അത് ചെറിയ തീയാക്കി വെച്ച് അതിൽ ചെറിയ തീയിൽ അതിങ്ങനെ വറുത്ത് ഒരു ബ്രൗൺ നിറമാവുമ്പോൾ മാറ്റി വെച്ച് അത് തണുക്കുമ്പോൾ പൊടിച്ച് ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ ഇങ്ങനെ കൊഞ്ച് കറി വെക്കുമ്പോൾ പെട്ടെന്ന് അതെടുത്ത് മിക്സിയിൽ അരച്ച് ചേർത്താൽ മാത്രം മതിയാകും. എപ്പോഴും അരക്കാനുള്ള സാധനം തയ്യാറാക്കേണ്ട ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. നല്ല കറി ഉണ്ടാവുമ്പോൾ നമുക്ക് ആഹാരം എന്ന ഒരു കാര്യം രുചിയായി കഴിക്കുമ്പോഴാണ് അതിന് സുഖവും സമൃദ്ധിയും ഉണ്ടാകുന്നത്. അപ്പോൾ കൊഞ്ച് എത്രയായാലും വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടണം എന്നേ ഉള്ളൂ. കൊഞ്ചിനെ ആദ്യം വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചേക്കണം. അതിനുശേഷം ആ കൊഞ്ചിൻ്റെ അളവിൽ തന്നെ കൊച്ചുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ്, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചേക്കണം. ഇത് രണ്ടും മാറ്റി വെച്ച ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കത്തിരിക്ക അല്ലെങ്കിൽ വഴുതിന എന്നൊരു സാധനമുണ്ട്, എല്ലാവർക്കും അറിയാം. അതും ചെറുതായി അരിഞ്ഞ് വൃത്തിയായി വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തോർത്തി ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് കറിക്കനുസരിച്ച് തക്കാളിയും എടുത്ത് മാറ്റി വെക്കണം. ഇതെല്ലാം മുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിച്ച ഉള്ളിയും പച്ചമുളകും എല്ലാം ആദ്യം വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ പിന്നെ കരിവേപ്പിലയും എല്ലാം ഇട്ട് ഭംഗിയായി ഒന്നുകൂടെ മൂപ്പിച്ച് കഴിയുമ്പോൾ തക്കാളിയും കത്തിരിക്കയും എല്ലാം ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വൃത്തിയാക്കി വെച്ച കൊഞ്ച് അതിനകത്ത് മൂത്ത് എല്ലാ സാധനത്തിനും വെള്ളം നല്ലതുപോലെ വറ്റി കഴിയുമ്പോൾ നമ്മളുണ്ടാക്കിയ ഈ അരപ്പ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ആവശ്യത്തിന് പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ വഴറ്റി വെക്കുന്ന അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്ത് ഇങ്ങനെ വറ്റിച്ച് എണ്ണം തെളിയുന്നതുവരെ ഒന്ന് വറ്റിച്ച് വെച്ച് രുചി നോക്കി പിന്നെ എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടുക. അവസാനം കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. കുറച്ചേ ചേർക്കാവൂ, കയ്പായി പോവും. എല്ലാം ചേർത്ത് രുചിയായി അടച്ചു വെച്ച് തണുത്ത് കഴിയുമ്പോൾ കൊച്ചു പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഈ ചോറ് കൊണ്ടുവന്നവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് ചോറ് കൊണ്ടുപോകാൻ രാവിലെ വെപ്രാളം പിടിച്ച് എന്തെങ്കിലും ചമ്മന്തിയും തൈരും മാത്രം കൊണ്ടുപോകുന്നതിന് പകരം ഈ കറി എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും നമ്മൾ പാചകം എന്നത് ഒരു കലയാണ്. അത് ആർട്ട് ഓഫ് ലിവിങ് പോലെ തന്നെ കുക്കിങ്ങും ഒരു കല തന്നെയാണ്. അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ചെയ്യുമെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല ആഹാരം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.